ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ്. ചെറുപഴം വീട്ടിലുള്ള സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഒരു ചെറിയ ബൗൾ ആദ്യം തന്നെ എടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു സ്പൂണോളം കസ്കസ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈസൂർ പഴമാണ്, ചെറുപഴം എന്നൊക്കെ പറയുന്നത്, പാളയംകുടം പഴം. നമുക്കതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൂവമ്പഴമോ ഞാലിപ്പൂവമ്പഴമോ ഏത്തപ്പഴമോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം കേട്ടോ. ഈ പഴം തന്നെ വേണമെന്നില്ല. അപ്പോൾ നമുക്കിതൊരു മിക്സഡ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പീസൊന്നും ആക്കണമെന്നില്ല, ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴത്തിന് അത്യാവശ്യം തന്നെ മധുരം ഉള്ളതുകൊണ്ട് നമുക്കൊരു 1/2 ഗ്ലാസ്സോളമൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് 2 സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നല്ല ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ, അത് ചേർക്കാതിരിക്കരുത്. അതുപോലെ തന്നെ 2 സ്പൂൺ ഹോർലിക്സിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം തന്നെ നല്ല കുറുകിയ രൂപത്തിലായിരിക്കും നമുക്ക് ഈ ജ്യൂസ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസ് വേണമെന്നാണെങ്കിൽ ഒരു 3 ഗ്ലാസ് പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം നട്ട്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നട്ട്സ് ഇട്ടിട്ട് ജ്യൂസിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നട്ട്സ് യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ കസ്കസ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ കസ്കസ് നമ്മൾ ചേർക്കുന്ന സമയത്ത് നല്ല ഒരു കൂളിങ് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സും ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്